74-കാരനായ മമ്മൂട്ടിയുടെ സൗന്ദര്യ രഹസ്യം മിക്കപ്പോഴും ചർച്ചയാകാറുണ്ട്. സ്റ്റൈലിങ്ങിനും തന്റെ ഫിറ്റ്നസിനും മമ്മൂട്ടി തുല്യപ്രാധാന്യം നൽകാറുണ്ട്. ചിട്ടയുള്ള ഭക്ഷണരീതി, വ്യായാമം എന്നിവ മമ്മൂട്ടി മുടക്കാറില്ല. മമ്മൂട്ടി യുവത്വം നിലനിർത്താൻ ചില കോസ്മെറ്റിക് മാർഗങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടോ എന്ന ചോദ്യം പലർക്കുമുണ്ട്. മമ്മൂട്ടി ബോട്ടോക്സ് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന സംശയത്തിന് ഡോക്ടർ ദിവ്യ ദിലീപ് നൽകിയ മറുപടിയാണിപ്പോൾ ശ്രദ്ധ നേടുന്നത്. ആയുർവേദ ഡോക്ടേഴ്സിൽ സംസാരിക്കുകയായിരുന്നു ഇവർ. മമ്മൂട്ടിക്ക് ഇപ്പോഴും നെറ്റിയിലെ വരകൾ ഉണ്ട്. സൂക്ഷിച്ചു നോക്കിയാൽ അത് മാഞ്ഞിട്ടില്ല. നെറ്റിയിലൊക്കെ ബോട്ടോക്സ് ടച്ച് ചെയ്യാത്തതാണ് നല്ലത്. ആക്ടേഴ്സ് എപ്പോഴും ഇമോഷൻസ് ഇടേണ്ട ആളുകളല്ലേ. ബോട്ടോക്സ് അങ്ങനെയേ കൊടുക്കാറുള്ളൂ. ഷാറുഖ് ഖാന്റെ ലൈൻസൊക്കെ അങ്ങനെ തന്നെയുണ്ട്. അതിലൊന്നും അവർ തൊടില്ല. മറ്റുള്ള ട്രീറ്റ്മെന്റുകൾ ചെയ്യുന്നുണ്ടാകും. ബോട്ടോക്സ് ഉപയോഗിച്ച് നെറ്റിയിലെ രേഖകൾ അവർക്ക് ഒഴിവാക്കാം. പക്ഷേ അത് ചെയ്യുന്നില്ല. അതേസമയം നേരത്തെ ഫേഷ്യൽ സർജൻ ഡോക്ടർ വരുൺ നമ്പ്യാർ പറഞ്ഞത് ഈ വാദത്തിന് എതിരാണ്. മമ്മൂട്ടി ബോട്ടോക്സ് ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ്. മമ്മൂക്ക സർജറികൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് എന്താണെന്ന് പറയാൻ പറ്റില്ല. ഇത് ഓരോ വ്യക്തികളുടെയും പ്രൈവസിയാണ്. ഇത്തരം സർജറികൾ ചെയ്യുന്നവർ ആവശ്യപ്പെടുന്ന ഒരു കാര്യം ഐഡന്റിറ്റി റിവീൽ ചെയ്യരുതെന്നാണ്. ചിലർ സർജറി ചെയ്തിട്ടുണ്ടെന്ന് കണ്ടാൽ തന്നെ മനസ്സിലാകും. അത് നമുക്ക് ധൈര്യത്തോടെ പറയാം. മമ്മൂക്കയുടെ കാര്യത്തിൽ അദ്ദേഹം സർജറി ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല. പക്ഷേ അദ്ദേഹം സ്ഥിരമായി ബോട്ടോക്സ് യൂസ് ചെയ്യുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ മുഖത്തെ ഭാവങ്ങൾ ഒരുപാട് കുറഞ്ഞു. മോഹൻലാലിനും മമ്മൂട്ടിക്കുമെല്ലാം ഒരു പ്രായം കഴിഞ്ഞപ്പോൾ ഭാവങ്ങളില്ലാത്ത മുഖങ്ങൾ വരാനുള്ള കാരണം ബോട്ടോക്സ് ആണ്. ചുളിവുകൾ പോകാനാണ് ബോട്ടോക്സ് ഉപയോഗിക്കുന്നത്. ബോട്ടോക്സ് ചെയ്യുന്നത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ തീരുമാനമാണ്. ബോട്ടോക്സ് ഇഞ്ചക്ട് ചെയ്യുന്ന വ്യക്തിയുടെ കഴിവും ഇത് ഫലപ്രദമാകുന്നതിൽ വലിയൊരു ഘടകമാണ്. നെറ്റിയുടെ മധ്യത്തിനു പുറമെ വശങ്ങളിലും ചിലപ്പോൾ ഇഞ്ചക്ട് ചെയ്തു പോകും. അപ്പോഴാണ് ഭാവങ്ങൾ തെളിയാതാവുന്നതെന്ന് ഇദ്ദേഹം അന്ന് പറഞ്ഞു. കഴിഞ്ഞ വർഷമാണ് മമ്മൂട്ടിക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ വന്നത്. ചികിത്സയ്ക്ക് വേണ്ടി കുറച്ച് നാളുകൾ മമ്മൂട്ടി മാറി നിന്നു. ഇപ്പോൾ വീണ്ടും സിനിമകളിൽ സജീവമാണ്. എന്തായിരുന്നു ആരോഗ്യ പ്രശ്നമെന്ന് മമ്മൂട്ടിയോ അടുത്ത വൃത്തങ്ങളോ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. കളങ്കാവലാണ് നടന്റെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ. മികച്ച പ്രതികരണമാണ് സിനിമയ്ക്ക് ലഭിച്ചത്. നടൻ വിനായകനും ചിത്രത്തിലൊരു വേഷം ചെയ്തിരുന്നു.